ഹലോ, അസ്സലാമലൈക്കും. ഞങ്ങളിത് ഇന്നൊരു പാർക്കലിന് പോവുകയാണ് കേട്ടോ. കുഞ്ഞാറ്റൊക്കെ ടൂറ് പോയിട്ട് ഇന്നുണ്ട് വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും അവൾ ഞങ്ങളായിട്ട് വരാൻ വേണ്ടിയിട്ട് ഓടിപ്പോന്നു. ഇത് ഞങ്ങൾ മേടിച്ചു കൊടുക്കാം കേട്ടോ കുഞ്ഞാറ്റക്ക്. എങ്ങനെയുണ്ട്? കുറേ ഉണ്ട്, 4 എണ്ണം ഉണ്ട്. കാച്ചര മുടിയൊന്നും ചീകിയിട്ടില്ല, കിട്ടിയ കോലത്തിൽ വന്നതാള്. ഇങ്ങനെ ഇതായിട്ടുള്ളൂ, ശരിക്കും ഇരാനൊന്നും പറ്റില്ല. അങ്ങ് ഇറങ്ങുമ്പോഴാണ് അവർ വന്നത്. ചുണ്ടുമ്മ കുറേ ലിപ്സ്റ്റിക്കും ഇതേ കൈമലുള്ളതും ഞങ്ങൾ മേടിച്ചു കൊടുത്തത്. പിന്നെ ചെരുപ്പ് ഞങ്ങൾ മേടിച്ചു കൊടുത്തത്. ചെരുപ്പിൻ്റെ ഒരു പൂ കളഞ്ഞിട്ടുണ്ട്. ബാ നിച്ചും അമ്മയാ പോകും. അപ്പോൾ പാർക്കൽ ആരതാന്ന് വെച്ചാൽ നമ്മളെ ഇത്താടെ പാർക്കലാണ്. അതാന്ന് വെച്ചാൽ നമ്മളെ മൂത്തുമ്മാടെ മോളെ പാർക്കലിട്ടാണ്. ഇനിയിപ്പോൾ അതും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അമ്മയുടെ ജ്യേഷ്ഠത്തിലെ മോളെ പാർക്കലാണ്. അപ്പോൾ വലിയ പരിപാടിയൊന്നുമല്ല, നമ്മൾ അത്യാവശ്യം വേണ്ട ആൾക്കാരെ മാത്രം വിളിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാർ തന്നെയാണ് നമ്മളും. അവരൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ച് കാശ് കൊടുക്കാമെന്ന്. എന്താ വെച്ചാൽ എല്ലാവരും സാധനങ്ങളായിട്ട് പോകുമ്പോൾ തടെ കയ്യിലായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ട. അധികം ഇല്ലേലും നമ്മളെക്കൊണ്ട് പറ്റണത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളാണേലും ഇപ്പോൾ എവിടുന്നേലൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആവശ്യങ്ങൾ നടത്താം. അപ്പോൾ അത് പിന്നെ കൊടുക്കാനുള്ള തന്ത്രപ്പാടിയിലായിരിക്കും. അപ്പോൾ അതിനും നല്ലത് ഒരാളെ കയ്യിൽ കൊടുക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഇത്താക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കയ്യിൽ. അങ്ങനെ പിന്നെ അതേ ഞാൻ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായി പുറത്ത് മൈലാഞ്ചി ഇട്ടിട്ട്. ഇത് ഇന്നലെ ഇട്ടതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ പറയണം കേട്ടോ. പറയിക്കണം എന്നൊക്കെയാണ് പറയണത്. എന്തൊക്കെയാണ് അവ ഞാൻ പറയാം. ആ കമൻറ്റിൽ എന്തായാലും ഒന്ന് പറയാം. ഇഷ്ടമായ പിന്നെ ഞാൻ ബ്രൈഡൽ വർക്കൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അതാണ് ഞാനിട്ടത്. പഴം മാത്രം കഴിച്ചുള്ളൂ. ഈ ഉച്ചയായിട്ടൊന്നും കഴിച്ചില്ല നിങ്ങൾ? നല്ല നല്ല ഡാൻസൊക്കെ ആയിരുന്നല്ലോ കുഞ്ഞാറ്റേ. ഞങ്ങൾ കണ്ട് വീഡിയോ. കുഞ്ഞാറ്റ കളിച്ചില്ലല്ലേ? കുഞ്ഞാറ്റ കുത്താനും കളിച്ചില്ലല്ലോ. അല്ല, ഉറങ്ങണ മുന്നേ കണ്ണമാമനും ഹബ്ബൊക്കെ കളിച്ചിരുന്നു. അതെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി വിളിച്ചപ്പോൾ കുഞ്ഞാറ്റ ഉറങ്ങണത് കാണിച്ചെന്ന്. താൻ ഉറങ്ങിയതിന് ശേഷം ഭയങ്കര മോഡലാണ് ഇയാൾ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ. നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ചുണ്ടുമലും കണ്ണുമലൊക്കെ ഇട്ടിട്ട് നടന്നിരുന്ന ആൾക്കാർ. അതേപോലെ തന്നെ അവളിപ്പോൾ ചെറുതിൽ കുഞ്ഞാറ്റ് സുന്ദരിയാണ്, കറമ്പി. അവിടെ അപ്പം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഈ മഴയത്താണ് ഞങ്ങൾ പോണത്. ഇത്ത പാർക്കൽ മാറ്റി വെച്ചതായിരുന്നു, കാരണം മഴയൊക്കെ ആയിട്ട്. അവിടെ വെള്ളം നിൽക്കുന്ന ഏരിയയാണ്. അപ്പോൾ പിന്നെ അവരെ അളിയൻ്റെ ആൾക്കാരൊക്കെ ചീത്ത അറിഞ്ഞെന്ന് പറയണം. അവരൊക്കെ എന്തോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ബുക്ക് ചെയ്ത് എന്തൊക്കെ പറയുന്നു. എന്തായാലും ഇനി ബസ്സിൽ കയറിയിട്ട് കാണാം. ഇനി ചോലിട്ടാ ചൊരു ഹായ് കൊടുത്ത. ഇതെന്ത് ഹായത്? ഇതെന്ത് ഹായത്? വടക്കേ സ്റ്റാൻഡ്. അപ്പോഴത്തെ ഞങ്ങൾ ബസ്സൊക്കെ കയറിയിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചേറ്റുവേൽക്കുള്ള ബസ്സാണ് കയറിയത്. പിന്നെ അവിടെ എത്തിയതേ ഓർമ്മയുള്ളൂ. വീട് പാർക്കലിന് പോയതേ ഓർമ്മയുള്ളൂ. എന്താ വെച്ചാൽ നിച്ചുൻ്റെ എത്തുന്നാന്ന് തോന്നുന്നു ഫോണ് താഴെ വീണിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഡിസ്പ്ലേ ഒക്കെ പോയി. പിന്നെ ഡിസ്പ്ലേ റെഡിയാക്കാൻ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഡിസ്പ്ലേ റെഡിയാക്കാൻ വേണ്ടി തിരൂർ പോയിട്ട് റെഡിയാക്കിയത്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മുട്ട് വരെ വെള്ളം നിറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ത പാർക്കലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരെയും വിളിച്ചതില്ല എന്നിട്ടാണ് വീണ്ടും നടത്തിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളം നീന്തിയിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയുള്ള. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.